ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ രാവിലെ തന്നെ ഒരുങ്ങി കെട്ടി എങ്ങോട്ടാണ് പോക്ക് എന്നല്ലേ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അപ്പോൾ ഞാൻ പറഞ്ഞുതരാട്ടോ എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളത്. അതായത് നമ്മുടെ ഉമ്മാൻ്റെ കുടുംബം തിരുനാവായയാണ് കേട്ടോ ഉള്ളത്. മലപ്പുറം ജില്ലയിലെ തിരുനാവായയാണ്. അപ്പോൾ അങ്ങോട്ട് പോകാനുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പോൾ രാവിലെ ഇറങ്ങിയപ്പോൾ വലിയ മഴയും കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ ഇന്നലെ പെയ്ത മഴയുടെ വെള്ളമൊക്കെ കിടപ്പുണ്ട് കേട്ടോ. രാവിലെയും ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ഓട്ടോ വന്നു. നമ്മളെല്ലാവരും കൂടെ ഓട്ടോയിൽ കയറി സ്റ്റേഷനിലോട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ട്, ഉപ്പയും ഉമ്മയും അതുപോലെ തന്നെ ഞാൻ, ഹസ്ബൻഡ്, എൻ്റെ 2 മക്കൾ, ഇത്രയും പേരാണ് കേട്ടോ നമ്മൾ പോകുന്നത്. ഇപ്പോൾ നമ്മൾ മാത്രമല്ല കേട്ടോ, ഉപ്പാൻ്റെ ഫാമിലിയൊക്കെ തന്നെ ഉണ്ട് കേട്ടോ. അതായത് ഉപ്പാൻ്റെ ഏട്ടൻ്റെ വീട്ടുകാർ, അതുപോലെ തന്നെ പെങ്ങളുടെ മോള്, അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം എന്താ അവരൊക്കെയാണ് കേട്ടോ ഇവിടെ മൊത്തം ഇരിക്കുന്നത്. സത്യം പറയാൻ ഒരുപാട് കാലത്തിന് ശേഷമാണ് കേട്ടോ ഇങ്ങനെ കാറ്റും വിളിച്ചൊക്കെ കിടക്കുന്ന ട്രെയിനിൽ പോകുന്നത്. അല്ലെങ്കിൽ മൊത്തം AC ആകുമ്പോഴത്തേനും ചില്ലായിരിക്കുമല്ലോ. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ ഇങ്ങനെ കാറ്റൊക്കെ കൊണ്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ട്രെയിനിലിരുന്ന് പിന്നെ അല്ലറ ചില്ലറ ഐറ്റംസ് ഒക്കെ കഴിച്ചുകൊണ്ടിരുന്നു കേട്ടോ. അങ്ങനെ അവസാനം ഇതാ തിരുനാവായ എത്തി. അവിടെ നിന്ന് ശരിക്കും പറഞ്ഞാൽ ഒരു മണിക്കൂറേ ഉള്ളൂ. പിന്നെ അവിടെ നിന്ന് കുറച്ചും കൂടെ പോകാനുണ്ട്. അപ്പോൾ നമ്മൾ ഓട്ടോ വിളിച്ചിട്ട് പോകാം എന്നുള്ള ഒരു തീരുമാനത്തിലെത്തി. എവിടെ നിന്ന് ഓട്ടോ കിട്ടും എന്നുള്ളത് ആലോചിച്ചുകൊണ്ട് നമ്മളെപ്പോഴും പോകാറില്ല കേട്ടോ, വല്ലപ്പോഴും പോകുന്നൊരു സ്ഥലമാണ്, അതുകൊണ്ടാണ്. അപ്പം അവിടെയൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഇത്തിരി നല്ലൊരു സ്ഥലമാണ് കേട്ടോ ഈ തിരുനാവായ എന്ന് പറയുന്നത്. കാണാൻ കുറച്ചും കൂടെ പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ വേണ്ടി കുറച്ച് ബേക്കറി ഐറ്റംസ് ഒക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ഒരു ബേക്കറിയിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെയാണ് പിന്നെ നമ്മൾ കുറേ നേരം നിന്നത്. എന്തൊക്കെ വാങ്ങും എന്നൊക്കെ ആലോചിച്ച് ഇങ്ങനെ ഭയങ്കര ചർച്ചയും കാര്യങ്ങളൊക്കെ ആയി. അവിടുന്ന് പിന്നെ സാധനങ്ങളൊക്കെ വാങ്ങി നമ്മൾ വീണ്ടും അവരെ വീട്ടിലോട്ട് എത്തിയിട്ടോ. ചെന്ന് കയറിയപ്പോൾ തന്നെ ഇതാ ഹോർലിക്സും പിന്നെ കുറച്ച് ബേക്കറി ഐറ്റംസ് ഒക്കെ ആയിട്ടാണ് കേട്ടോ നമ്മൾ വരവേറ്റത്. ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സ്നേഹമുള്ള ആൾക്കാരാണ് കേട്ടോ, നമുക്കൊന്നും പറയാനില്ല. അതുപോലെ തന്നെ ഉച്ചയായപ്പോൾ നല്ലൊരു കിടുക്കാച്ചി ബിരിയാണിയും അതുപോലെ തന്നെ ഫ്രൈഡ് റൈസും ചിക്കനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടെ ഒരു വീടിൻ്റെ ബാക്കിൽ തോടൊക്കെ ഉണ്ട് കേട്ടോ. റിലേറ്റീവ്സിൻ്റെ വീട് തന്നെയാണ്. അപ്പം നമ്മൾ അവിടെയൊക്കെ പോയി ഇതാ വീട്ടിലിരിക്കുകയാണ് കേട്ടോ. വീട്ടിലിരുന്നിട്ട് ഇതാ ചായ, അപ്പോൾ വീണ്ടും നമുക്ക് വൈകുന്നേരത്തെ ചായ കൊണ്ടുത്തരാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ, ഐറ്റംസ്. സമൂസ, പഴംപൊരി, പിന്നെ മുട്ട ബജി, അങ്ങനെ എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ പിന്നെ കുറേ കഴിച്ച് പിന്നെ നമ്മളിതാ വീണ്ടും തിരിച്ച് റെയിൽവേ സ്റ്റേഷനിലെത്തി കേട്ടോ. പല്ലൊക്കെ ആണെങ്കിൽ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. ഫുൾ എനർജറ്റിക് ആയിട്ടാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. മേക്കും അതെ, ഒരു കുറവില്ലാണ്ട് ഓട്ടം തന്നെ ഓട്ടമാണ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങൾ ആ ഒരു ട്രെയിൻ വരുന്ന ആ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, അത് ഞങ്ങൾ അവിടെ ഇരുന്ന് കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് പിന്നെ കുറേ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. കാരണം റെയിൽവേ സ്റ്റേഷനും കാണാൻ നല്ല ഭംഗിയായിരുന്നു. അധികം ആൾക്കാരൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല രസമായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മൾ തിരിച്ചു പോയി. അപ്പോൾ അത്രയേ ഉള്ളൂ ഈ വ്ളോഗ്. ബൈ ബൈ.